കനത്ത മഴയിൽ ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ, ആലക്കുട 3 വീടുകൾ ഇടിഞ്ഞു. സജോ ദേവസ്വയുണ്ട് സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി. സജോ, എങ്ങനെയാണ് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായത്? അവിടെ നിന്ന് മണ്ണിടിഞ്ഞു വരികയായിരുന്നോ? അത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഈ തൊടുപുഴ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. നമുക്ക് ഈ മണ്ണിടിഞ്ഞ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ ഭാഗത്ത് 3 വീടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 വീടുകൾ, ഒരു വീട് പൂർണ്ണമായും തകർന്നു. അതിലൊരു വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിൽ ഇരിക്കുകയാണ്. മറ്റൊരു വീട് ഏതാണ്ട് ഒരു 60% തകർന്നു. നമുക്ക് ഈ മണ്ണിടിഞ്ഞു വന്ന ഈ മേഖലയും ഈ ദൃശ്യങ്ങളും കാണാം. അതായത് പുലർച്ചെ ഒരു 2 മണിയോടുകൂടിയാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. ഈ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. കുടക്കച്ചറയിൽ മാർട്ടിൻ, പാറയ്ക്കൽ മനോജ് എന്നിവരുടെ വീടുകളാണ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നത്. ചെറിയ ഭാഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് പൂർണ്ണമായും തന്നെ തകർന്നു എന്ന് പറയാം. അതിന് മുകളിലുള്ള ഒരു വീട് കൂടിയുണ്ട്. ആ വീടാണ് ലീല എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. അത് ഭാഗികമായി തകർന്ന് മുൻഭാഗമൊക്കെ ഇടിഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ഈ വീടുകളിലെല്ലാം ആളുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് മറ്റൊരു വീടിന്റെ മുറ്റത്താണ്. ഇങ്ങോട്ടേക്കാണ് ഈ മണ്ണും ചെളിയും ഒക്കെ, ഈ വീട്ടിലും ആളുകൾ ഉണ്ടായിരുന്നു. മണ്ണും ചെളിയും ഒക്കെ വന്ന് പതിച്ചത് ഈ ഭാഗത്താണ്. ഇതൊരു ഉരുൾപൊട്ടലിനേക്കാൾ കൂടുതലായി മണ്ണിടിച്ചിലെന്ന് തന്നെ പറയാം. ചെറിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലാണ്. അപ്പോൾ വലിയ തോതിലുള്ളതല്ല. പക്ഷേ മണ്ണ് അതിന്റെ പ്രഷറിൽ ഇങ്ങോട്ടേക്ക് മണ്ണിടിഞ്ഞ് താഴേക്ക് പൂർണ്ണമായും പോകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇത്രയും ഭാഗം ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വന്നു. അതിൽ മറ്റുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അത് 2 പേർക്കാണ് പരിക്ക് പറ്റിയത്. അതിൽ ഒരാൾ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. മറ്റൊരാൾക്ക് അല്പം വാരിയലിനടക്കം പൊട്ടലുണ്ടെന്നാണ് നമ്മളിപ്പോൾ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 20ഓളം വീട്ടിലുള്ള ആളുകളെ ഇപ്പോൾ റവന്യൂ വകുപ്പും അതുപോലെ തദ്ദേശ വിഭാഗവും ഒക്കെ വന്ന് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അവരെ ക്യാമ്പിലേക്ക് മാറ്റുക എന്നതാണ് സാധ്യമായൊരു വഴി. കാരണം ഇവിടെ ഇപ്പോൾ തൽക്കാലം സുരക്ഷിതമല്ല. മഴയുടെ ഒരു ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത്, അതായത് ഇത് ഒരു അത്യാവശ്യം ഉയർന്ന ഭാഗമാണ്. ഒരു കിഴക്കാന്തൂക്ക് എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലൊരു ചെരിവുള്ള, ഭൂമിക്ക് നല്ല ചെരിവുള്ള ഒരു പ്രദേശമാണ്. ആ ഭാഗത്താണ് മുകളിലെ വീട് നമുക്കൊന്ന് നോക്കിയാൽ കാണാം. ആ വീട് തകർന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ മുൻഭാഗത്തെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോന്നിട്ടുണ്ട്. ആ വീടിനി വാസയോഗ്യമല്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീടിനി വാസയോഗ്യമല്ല. അതിന് തൊട്ട് താഴെയായാണ് 2 വീടുകൾ ഇരുന്നത്. ആ 2 വീടുകളിലെ ഏതാണ്ട് ഒരു സിംഹഭാഗവും കാണാനില്ല. അത് പൂർണ്ണമായും ഒലിച്ച് താഴേക്ക് പോന്നിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള വീട്ടിൽ പക്ഷേ അപകടം ഉണ്ടായില്ല. മണ്ണും ചെളിയും മറ്റും വന്നതേ ഉള്ളൂ. മറ്റ് അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ അതേസമയം ഈ വീടുകളിൽ അപകടം നടക്കുന്ന സമയത്ത് ആളുകളുണ്ടായിരുന്നു. അതിൽ 2 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഒരാൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു. മറ്റൊരാൾ ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ വീടുകൾ ഏതാണ്ട്, ഈ താഴെയുള്ള 2 വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മുകളിൽ കാണുന്ന വീടാണെങ്കിൽ അവിടെ ഇനി വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ മറ്റ് അപകട സാഹചര്യമില്ല. പക്ഷേ അതേസമയം മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇവിടെ ഇനിയിപ്പോൾ ആളുകളെ, അതായത് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ചെരുവിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അവരെ ഇവിടെ നിന്ന് ഇതിനകം തന്നെ മാറ്റിയിട്ടുമുണ്ട്. ക്യാമ്പും മറ്റും തുറന്ന്, അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പിലേക്കോ മാറ്റുക എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണാം, അവർ താമസിച്ചിരുന്ന വീടുകളുടെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അതായത് ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് യഥാർത്ഥത്തിൽ വീട് ഇരുന്നതാണ്. ആ വീട് അവിടെ കാണാനില്ല എന്നതാണ് ദൃശ്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. അതാണ് ഇവിടെ മിക്കവാറും ഇടങ്ങളിൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആടൂർ മല ഉൾപ്പെടുന്ന കുടിയത്തൂർ ഭാഗം, അതുകൂടാതെ ഇവിടം, ഇങ്ങനെ തൊടുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ, അതായത് അല്പം മലയോര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം സമാനമായ രൂപത്തിൽ മണ്ണിടിച്ചിലും ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകളും ഒക്കെയാണ്. പലയിടങ്ങളിലായി ചെറിയ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ നോക്കുക, ആ സമാനമായ സാഹചര്യം അവിടെയൊക്കെ ഏറെ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവനും കാർന്നു കൊണ്ടുവരുന്നത് പോലെയാണ് ആ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മാധു, അതായത് ഇപ്പോൾ അവിടെ ഈ മണ്ണിടിഞ്ഞു വന്ന താഴ്ഭാഗത്ത്, അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഇപ്പോൾ ആ തകർന്ന വീടുകളുടെ അവശേഷിക്കുന്ന ചില ഭാഗങ്ങൾ, ചില ഭിത്തികൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ആ വീടിന്റെ പൂർണ്ണമായ ഭാഗം ഈ മണ്ണിടിഞ്ഞ് ഇപ്പോൾ ഒരു ചാല് പോലെ രൂപപ്പെട്ട് ഇരിക്കുന്ന ഭാഗത്ത് യഥാർത്ഥത്തിൽ വീടിന്റെ പ്രധാന ഭാഗം ഇരുന്നതാണ്. അവിടെ ആ വീടിപ്പോൾ, ആ 2 വീടുകളുടെയും പ്രധാന ഭാഗങ്ങൾ അവിടെ കാണാനില്ല. ഒപ്പം ഇത് കൃഷിഭൂമിയാണ്. അതായത് ഇവിടെ ജാതിയും അതുപോലെ തന്നെ കൊക്കോയും മറ്റ് അങ്ങനെയുള്ള വിവിധങ്ങളായ കൃഷികൾ, കാപ്പി അടക്കമുള്ള വാഴ ഒക്കെ ഉൾപ്പെടുന്ന കൃഷിഭൂമിയും കൂടിയായിരുന്നു. അവിടെയുള്ള ആ പ്രദേശത്ത് മുഴുവനുള്ള കൃഷിയും ഇരുന്ന വീടുകളും ഒന്നും ആ ഭാഗത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാനില്ല. മുകളിലത്തെ വീട്ടിൽ അത് താമസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തു. ഫലത്തിൽ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ച്
അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവരുടെ വീട് അതൊക്കെ പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ താമസയോഗ്യമല്ലാത്ത സ്ഥിതിയും രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരാൾക്കാണ് കാര്യമായി പരിക്കേറ്റിരിക്കുന്നത്. മറ്റു ഒരാൾക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട്. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും മറ്റുമാണ് ചെയ്തത്. അതായത് പുലർച്ചയോടുകൂടിയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമൊക്കെയാണ്, 2 മണി സമയത്തൊക്കെയാണ്. കുടക്കച്ചിറയിൽ മാർട്ടിൻ, പാറയ്ക്കൽ മനോജ്, അതുകൂടാതെ ലീല എന്നിവരുടെ വീടുകളാണ് ഈ ഭാഗത്തുള്ളത്. അതുകൂടാതെ ഇപ്പോൾ താഴെ പറഞ്ഞൊരു വീടും. പക്ഷെ അവർക്ക് അവരുടെ മുൻഭാഗത്തു കൂടി ആ മണ്ണും ചെളിയും മറ്റുമൊക്കെ ഒലിച്ച് താഴേക്ക് പോയിട്ടുണ്ട്. വലിയ ഉരുൾപൊട്ടലെന്ന് പറയാൻ പറ്റില്ല, മണ്ണിടിച്ചിലാണ്. പക്ഷെ ആ ഹൈ പ്രഷറിലാണ് ആ വീടൊക്കെ പൂർണ്ണമായും തകർന്നത്. ഇതൊരു 2 മലകളുടെ ഒരു മലയുടെ ഒരു ചെരിവ് ഭാഗമാണ്. ആ ഭാഗത്താണ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അവർക്ക് അവരുടെ വീടിൻ്റെ ആ 2 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ, ചില ചെറിയ ഭിത്തികളും മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ തകർന്ന് താഴേക്ക് പതിച്ചു കഴിഞ്ഞു. മുകളിൽ ഒരു വീട് അതേപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുൻഭാഗത്തുണ്ടായിരുന്ന മണ്ണും കൽക്കെട്ടും ഒന്നും കാണാനില്ല. അത് പൂർണ്ണമായും ഇടിഞ്ഞ് തകർന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ജീവാപായം ഒന്നുമില്ല, ആളപായം ഒന്നുമില്ല എന്നതാണ് ഒരു ആശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ചെറിയ പരിക്കുകളോടുകൂടി ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഇവിടെ നിന്ന് സമ്പൂർണ്ണമായും ഒഴിപ്പിക്കൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇവിടെ തുടരാൻ കഴിയില്ല. കാരണം അവിടെ ഈ മണ്ണിനി ആ മുകളിലിരിക്കുന്ന വീടും ഒരുപക്ഷെ അതേ സുരക്ഷിതമായി ഇരിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ആ വീടും അവിടെ ഇപ്പോൾ ഒരു രൂപത്തിൽ ഇരിക്കുന്ന വീട് പക്ഷേ അവിടെ സുരക്ഷിതമല്ല. ആ വീടും തകരുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലും താഴെയും തൊട്ട് സമീപത്തും ഒന്നും ഇനി ആളുകളെ ഇവിടെ നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ റവന്യൂ വിഭാഗവും അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഇടപെട്ട് ഇവിടുത്തെ ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ നഷ്ടം, ആ 2 വീടുകൾ പൂർണ്ണമായും, ഒരു വീടിന് വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിൽ അവർക്ക് സമ്പൂർണ്ണമായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. കൃഷിഭൂമിയിൽ വ്യാപകമായ നാശം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തുടരാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു വലിയ നഷ്ടം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. ആളപായമില്ല എന്ന ഏക ആശ്വാസം മാത്രമാണുള്ളത്. മാധു, സജു ദേവസ്യാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ ആലക്കോട് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 3 വീടുകളാണ് ഇടിഞ്ഞു പോയത്. നമ്മളിപ്പോൾ ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്ന നമ്മളിപ്പോൾ കാണുന്ന ആ വീടിന്റെ താഴ്വശത്തേക്കുള്ള ഭാഗത്തും വീടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യം. ആ വീടിന്റെ ഒരു സൈഡ് ഭിത്തി മാത്രമാണ് നിലവിൽ അവിടെ അവശേഷിക്കുന്നത്. വീടിരുന്ന പ്രധാന ഭാഗം മുഴുവനും ഇടിഞ്ഞു താഴേക്ക് വന്നു എന്നുള്ളതാണ്. ഈ ജില്ലയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ചെറിയ ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപക നാശനഷ്ടങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നത്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.